ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബോധി ഫ്ലവേഴ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഒരു ചെറിയ വെജിറ്റബിൾ ഫാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനുള്ളത്. നമ്മുടെ പച്ചക്കറി തോട്ടം, അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ കൂടുതലും ഈ ലോക്ക്ഡൗൺ സമയത്താണ് നമുക്ക് കൂടുതൽ ഇങ്ങനൊരു പച്ചക്കറി തോട്ടത്തിൻ്റെ ആവശ്യകത നമുക്ക് അനുഭവപ്പെട്ടതും നമ്മളെല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങി. അങ്ങനെയുള്ള സമയത്ത് തന്നെയാണ് ഞാനും ഈ ഒരു പ്ലാനിങ് എത്തിയതും. അങ്ങനെ ഞങ്ങൾ സീഡുകളൊന്നും ഇല്ലാത്ത സമയത്ത് കൂടെ നമ്മളതിന് വേണ്ടി ശ്രമിച്ചു. പിന്നെ നമുക്ക് ഈ പച്ചക്കറി നമ്മൾ വാങ്ങിക്കുമല്ലോ, ആ വാങ്ങിക്കുന്ന പച്ചക്കറിയിൽ നിന്ന് ഉള്ള സീഡിനെ എടുത്തിട്ടാണ് ഞങ്ങളിത് കൂടുതൽ വിരിച്ചെടുത്തിട്ടുള്ളത്, ഇങ്ങനെ മുളപ്പിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സംഭവം ആർക്കും ചെയ്യാനുള്ള ഒരുപാട് സ്ഥലമുള്ളവർക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു 1/2 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ നമുക്ക് തിട്ട പോലെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയൊരു നമുക്കുള്ള സ്ഥലത്ത് ചെറുതായിട്ട് മണ്ണ് കൊത്തി ഇളക്കി വെച്ചതിന് ശേഷം ഞങ്ങളവിടെ ചാണകവും പിന്നെ ഈ കക്കപ്പൊടിയും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്ത് മണ്ണും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഒരു 2 ആഴ്ചത്തോളം ഇട്ടിട്ടാണ് നമ്മളവിടെ ഈ സീഡിനെ നമ്മൾ മുളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മണ്ണിലേക്ക് നട്ടതുകൊണ്ട് അല്ലാതെ മണ്ണിൽ നേരിട്ട് നട്ടതുമുണ്ട്. ഇതെല്ലാം ഇപ്പോൾ കിളിച്ച് ഏകദേശം ഒരു പരിവായിട്ടുണ്ട്. ഉടനെ നമുക്ക് റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ചീര കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അത് വെണ്ടാൻ നിൽക്കുന്നതാണ് ആ ചീര. ഫസ്റ്റ് വിളവ് എടുത്ത് രണ്ടാമത്തെ വിളവാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ തക്കാളി, പച്ചമുളക്, കാന്താരി, ഈ വള്ളിപ്പയർ, മീറ്റർ പയർ, ചീര, വെള്ളച്ചീര, ചുവന്ന ചീര, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പച്ചമുളകൊക്കെ ഒരുപാട് ഐറ്റംസ് തന്നെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് താല്പര്യം ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സംഭവം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നല്ല സാധനം കിട്ടും. വിഷരഹിതമായ പച്ചക്കറി നമുക്ക് ലഭിക്കുന്നതിന് ഇത് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് മനസ്സാണ്. അപ്പോൾ നമ്മൾ 2 നേരം വെള്ളം ഒഴിച്ച് പരിപാലനം ജീവിക്കാനുള്ള മനസ്സുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇത് കുറച്ച് സ്ഥലം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, കാരണം അത് പരീക്ഷണത്തിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുവരെ ശ്രമിക്കുക. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.